ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ പ്രോഗ്രാമായിട്ടാണ് വന്നിരിക്കുന്നത്, ക്രാഫ്റ്റ് മാൻ എന്നൊരു പ്രോഗ്രാം. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിനകത്ത് നമ്മൾ അടിപൊളിയായിട്ടൊരു വീട്ടിൽ എങ്ങനെ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കാം, അടിപൊളി ലുക്കുള്ളൊരു ഫ്ലവർ വേസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനലും നമ്മുടെ വീഡിയോകളും ഒക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം. അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിമെൻറ്റ് പൊടി വേണം, പിന്നെ കുറച്ച് പാറപ്പൊടി വേണം, പിന്നെ നമ്മുടെ വീട്ടിലെ പഴയ ഒരു ടവൽ. ഇത് ഇത്ര മതി നമുക്ക് അടിപൊളിയായിട്ടൊരു കിടുക്കൻ ഫ്ലവർ വേസ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ ഈ സിമെൻറ്റും പാറപ്പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഗ്ലൗസ് വാങ്ങിച്ച് യൂസ് ചെയ്യണം. ഈ ഗ്ലൗസിന് മാർക്കറ്റിൽ ഒരു 10 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഗ്ലൗസ് വാങ്ങിച്ച് യൂസ് ചെയ്യണം. മാത്രമല്ല തുമ്മൽ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു മാസ്കും കൂടി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പാറപ്പൊടിയുടെയൊക്കെ മണം അടിച്ചിട്ട് പിന്നെ തുമ്മലൊക്കെ കൂടും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചോണം. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു കരണ്ടി വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഫ്ലവർ വേസ് ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് സിമെൻറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 കരണ്ടി സിമെൻറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സിമെൻറ്റ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് പാറപ്പൊടിയാണ്, ഇതൊരു കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. അപ്പോൾ ഇത്രയും പാറപ്പൊടി മതി നമുക്ക്. ഇനി നമുക്കിത് നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കണം. കുറച്ച് വെള്ളം എടുത്താൽ മതി. അപ്പോൾ നല്ലോണമൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണമൊക്കെ ഒന്ന് ഇളക്കി നമ്മൾ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചാന്തി സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഈ തുണിയുണ്ടല്ലോ, ഈ ടവല്. അപ്പോൾ ഈ ടവല് നമ്മൾ ഇതിനകത്തോട്ട് മുക്കാൻ പോവാം. അപ്പോൾ ഈ ടവല് മുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, എല്ലായിടത്തും നല്ല രീതിയിൽ പറ്റണം. ഇതിപ്പോൾ നമ്മൾ ഒരു അത്യാവശ്യം വലിയ ഒരു ഫ്ലവർ വേസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ടവൽ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് മുക്കാം. ഇതിനകത്തോട്ട് നല്ല രീതിയിൽ മുക്കണം, എല്ലായിടവും പറ്റണം ടവലിൽ. ഇപ്പം നല്ലോണം എല്ലായിടം പറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തൊക്കെ ഈ സിമെൻറ്റ് വീണ് അഴുക്കൊക്കെ ആവും. അപ്പോൾ നമുക്കിത് പുറത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസിന് വേണ്ടുന്ന സെറ്റപ്പാണ്. ഇതേപോണക്കൊരു കമ്പി ആണി അടിച്ചിട്ടൊരു പാത്രം ഇങ്ങനെ കമത്തി വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ സിമെൻറ്റ് പറ്റിച്ച ഈ സിമെൻറ്റ് മുക്കി എടുത്തേക്കുന്ന നമ്മുടെ ടവൽ ഇതിനകത്തോട്ട് അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 27 മണിക്കൂറത്തേക്ക് നമ്മളിത് ഉണങ്ങാൻ വെക്കണം. അതേപോണക്കും വീട്ടിലെടുക്കുമ്പം മാക്സിമം കോട്ടൺ തുണിയോ ഇതേപോണക്കുള്ള ടവലോ മാത്രം എടുക്കുക. പോളിസ്റ്റർ തുണിയാണെങ്കിൽ ഇതേപോണക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വെക്കാൻ അടിപൊളി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ സ്റ്റാൻഡ് ആദ്യമേ ഉണ്ടാക്കാം. അതിന് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബക്കറ്റ്, വീട്ടിലൊരു ബക്കറ്റ്, പിന്നെ ഇതെന്ന് പറയുന്നത് 3 സ്റ്റിക്കാണ്. ഈ സ്റ്റിക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മോപ്പിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, മോപ്പ് ചെറിയ ചൂലുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ സ്റ്റിക്കാണ്. അത് ജസ്റ്റ് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കും ഒരേ അളവിൽ. അപ്പോൾ 3 സ്റ്റിക്കുണ്ട് നമുക്ക്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റ്, കുറച്ച് പാറപ്പൊടി, വേണമെങ്കിൽ കുറച്ച് മെറ്റലും കൂടി ഇടാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ വേസിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ കുറച്ച് സിമെൻറ്റ് എടുത്ത് ഇതിനകത്തൊട്ടിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഇളക്കണം. പിന്നെ അതിനകത്തോട്ട് ഇതിപ്പോൾ പാറപ്പൊടിയാണ്, കുറച്ച് പാറപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന ബക്കറ്റിൻ്റെ അളവിനനുസരിച്ച് വേണേ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് മെറ്റലും കൂടി ഇട്ടോ, ഒരു കുഴപ്പമില്ല. സിമെൻറ്റും പാറപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം മതി, ഒരുപാട് ലൂസാകണ്ട.
എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഈ ചാന്ത് ഈ ബക്കറ്റിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ സ്റ്റിക്ക് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് ഒരു സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഇതിപ്പോൾ എന്ന് പറയുന്ന ഒരു 2 ഇഞ്ച് കനത്തി നമുക്ക് ഈ ചാന്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ്. എന്ന് പറയുന്നത് നമ്മുടെ ഈ മോപ്പിൻ്റെയൊക്കെ സ്റ്റിക്കാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് PVC പൈപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഇറക്കി കൊടുക്കാം. നമ്മൾ ശ്രദ്ധിച്ച് സമയമെടുത്ത് ഇറക്കിയാൽ മതി. നമുക്കൊരു ഡിസ്റ്റൻസ് അറിയാൻ പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ. അപ്പോൾ അതനുസരിച്ച് അതങ്ങ് ഈ സ്റ്റിക്ക് ഇതിനകത്തോട്ട് ഇറക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇത് ഉണങ്ങി വരാനെ കൊണ്ട് നമുക്കൊരു 24 മണിക്കൂർ എടുക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഫ്ലവർ വേസിൻ്റെ സ്റ്റാൻഡ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ബക്കറ്റ് മാറ്റി നമ്മുടെ ഫ്ലവർ വേസ് പുറത്തെടുത്തിട്ട് ഇതൊന്ന് ടച്ചപ്പ് ചെയ്തെടുക്കാം. ബക്കറ്റ് പൊക്കി പതിയെ മാറ്റണം, തട്ടി പൊട്ടിക്കരുത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഫ്ലവർ വേസിൻ്റെ സ്റ്റാൻഡ് സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാൻ ഇപ്പം ഞാനിപ്പോൾ കുറച്ച് പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ സാമ്പിൾ ബോട്ടിലാണ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റിക്കിനൊക്കെ ഓരോ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ അടിക്കാൻ പോകുന്നത് റെഡും ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കിൽ റെഡ് കളർ അടിച്ചു കൊടുക്കാം. ഹായ്, അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി കിടുക്കായിട്ട് നമുക്ക് സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് സിൽവർ കളർ പെയിൻ്റാണ്. അപ്പോൾ നമുക്ക് ആ സിൽവർ കളർ പെയിൻറ്റ് ഇതിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് അടിക്കാം. ഹായ്, അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസും സ്റ്റാൻഡ് സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളും വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ പുതിയ വീടൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമാണ്. കുറച്ച് സിമെൻറ്റ്, കുറച്ച് വീട്ടിലെ വേസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ മതി. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ഫ്ലവർ വേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.